ആറ്റുകാൽ പൊങ്കാല അടുത്തതോടെ നഗരത്തിൽ മൺകല വിൽപ്പന തകൃതി. സ്ഥിരം വിൽപ്പനക്കാർക്ക് പുറമേ അതിഥി താരങ്ങളായി ഉത്സവ സീസണിൽ മാത്രം കച്ചവടം നടത്തുന്നവരും രംഗത്തുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ പൊതുസ്ഥലങ്ങളിൽ പൊങ്കാല അർപ്പിക്കുവാൻ ഭക്തർക്ക് അവസരം ഇല്ലായിരുന്നു. ഇപ്പോൾ ആ തടസ്സം മാറിയതിനാൽ മുൻ വർഷങ്ങളിലേക്കാൾ വിൽപ്പന നടക്കും എന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. നെയ്യാറ്റിൻകര, പാറശാല പോലുള്ള അതിർത്തി മലയോര ഗ്രാമങ്ങളിൽ നിന്നുള്ളവരാണ് തമിഴ്നാട്ടിലെ നാഗർകോവിൽ നിന്നുള്ള കലവുമായി പൊങ്കാല കച്ചവടത്തിനെത്തുന്നത്. പലരും ഒരു മാസം മുമ്പ് ഇവിടെ എത്തി താവളമുറപ്പിച്ചു. ഇവരെല്ലാം പൊങ്കാലിട്ട ശേഷമേ തിരികെ മടങ്ങുകയുള്ളൂ. കലം മാത്രമല്ല, ചൂട്ടും കൊതുമ്പും എല്ലാം ഇവിടെ കിട്ടും. വെറും കച്ചവടമല്ല, പൊങ്കാല അർപ്പിക്കൽ പോലെ പുണ്യമാണ് പൊങ്കാല വിഭവങ്ങളുടെ വിൽപ്പനയെന്നും ഇവർ വിശ്വസിക്കുന്നു. സ്ത്രീ ശക്തിയുടെ മഹാസംഗമവേദിയായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് മൺകലങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ പുണ്യകർമ്മം മൺകലങ്ങളിലാണ് പാചകം ചെയ്യുന്നത്. മൺകലങ്ങളിൽ മാത്രമാണ് ഭക്തർ പൊങ്കാല അർപ്പിക്കുന്നത്. ഇതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. മൺകലവും അരിയും പഞ്ചഭൂതങ്ങളിൽ ഭൂമിയെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് വിശ്വാസം. ഇതിനൊപ്പം ജലം, അഗ്നി, വായു, ആകാശം എന്നിവ കൂടി ചേരുന്നതോടെ പൊങ്കാല അർപ്പിക്കുന്നവർക്ക് ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. ആറ്റുകാൽ പൊങ്കാല ഒരു പൗരാണിക ആചാരമാണ്. അതുകൊണ്ട് തന്നെ ഈ ഉത്സവത്തിൽ മൺകലങ്ങൾ ഉപയോഗിക്കുന്നത് പാരമ്പര്യത്തെയും പ്രകൃതിയെയും ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും കാലം തൊട്ടുള്ള ശീലമാണ് ഈ മണ്ണ് കലപ്പണി. അത് അച്ഛൻ്റെയും അമ്മയുടെയും കാലം കഴിഞ്ഞ് പോയപ്പോൾ അവർക്ക് ഇനി ചെയ്യാനുള്ള സാമർഥ്യം ഇല്ലാന്നിരുന്നു. അവരെ മക്കൾക്ക് അറിയാൻ ഇല്ല. ഇപ്പോൾ അവരെ ബിരുദുകൾ ഈ പണി ചെയ്ത് സ്വന്തമാക്കൊണ്ട് വരെയാണ്. 27 വർഷം 30 വർഷം കൊണ്ട് അവർ ചെയ്യുകയാണ്. ആ മക്കളിപ്പോൾ 30 വർഷം കൊണ്ട് ചെയ്യുകയാണ് ഈ പണി. മക്കൾ അച്ഛൻ്റെ അമ്മയുടെ കാലവർഷം കൊണ്ട് ആ മക്കൾ അച്ഛൻ്റെ അമ്മയുടെ കാലം തൊട്ട് ഇത് ചെയ്തുകൊണ്ടിരുന്ന പണിയാണ്. കൊല്ലങ്കോട് ഏപ്രിൽ 1-ാം തീയതി തൂക്ക ഉത്സവം. അവിടെ ഞങ്ങൾ കലം കൊണ്ടുപോകും. അല്ലാതെ സമയം ഞങ്ങൾ വേറെയിടം പോകില്ല. ഞങ്ങൾ വീട്ടിൽ പണി ചെയ്യുന്നത് തന്നെ. സ്വന്തമായി ഞങ്ങൾ ചെയ്യുന്നത് തന്നെ. ഇല്ല വിലയ്ക്ക് വാങ്ങിക്കുന്നതല്ല, നമ്മൾ സ്വന്തമായി ചെയ്യുന്നതാണ്. എല്ലാവരും വാങ്ങിച്ചിട്ട് കച്ചവടം ചെയ്താൽ 10 രൂപ അവർ കൂട്ടി വാങ്ങിക്കും. ഞാൻ അങ്ങനെയല്ല, ഞങ്ങൾ സ്വന്തമായി ചെയ്ത് 10 രൂപ പോയാലും കുറ്റമല്ല. സ്വന്തം പണിയാണല്ലോ, ഞങ്ങൾ ചെയ്യുകയാണ്. ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ വന്നിട്ട് ഞങ്ങൾ തോറ്റുപോയിട്ട് അമ്മയുടെ പുണ്യം കൊണ്ട് ഞങ്ങൾ ജയിച്ചു തന്നെ അമ്മയുടെ അടുത്ത് പോണത്. ഞങ്ങൾ കലം വിറ്റിട്ട് എല്ലാവരും കലം വിറ്റിട്ട് ക്ഷീണത്തോടെ പോകും. ഞങ്ങൾ അമ്മയ്ക്ക് പൊങ്കാല ഇട്ട് നിറച്ച് സന്തോഷത്തോടെ ഞങ്ങൾ പോണത്. അനുഗ്രഹം കിട്ടി, തീർച്ചയായിട്ടും കിട്ടും. എല്ലാ വർഷവും ഇവിടെ തന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കുക. എല്ലാ വർഷവും ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. അമ്മയുടെ അനുഗ്രഹം കൊണ്ടും മാറ്റിയുടെ അമ്മയുടെ മക്കളെ കൊണ്ടും എല്ലാവരും കൊണ്ടും സഹായം തന്നെ. മൺകലങ്ങൾ ശുദ്ധിയുടെയും പവിത്രതയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. പൊങ്കാല ഒരു വഴിപാടാണ്. ഈ വഴിപാട് ഏറ്റവും ശുദ്ധിയോടും പവിത്രതയോടും കൂടി അർപ്പിക്കണം എന്ന് വിശ്വസിക്കപ്പെടുന്നു. മൺകലങ്ങൾ പ്രകൃതിദത്തമായ വസ്തുക്കളാൽ നിർമ്മിച്ചതിനാൽ അവ ശുദ്ധമാണെന്നും ദേവിക്കുള്ള വഴിപാടിന് ഏറ്റവും ഉചിതമായ പാത്രങ്ങൾ മൺകലങ്ങൾ ആണെന്നും ഭക്തർ വിശ്വസിക്കുന്നു.